അനുബന്ധ വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള PSC എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേരള PSC എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സാഹിത്യ മേഖലയിൽ നൽകി വരുന്ന പ്രധാന പുരസ്കാരങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 24 ഭാഷകളിലെ മികച്ച കൃതികൾക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1954. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ ആദ്യ മലയാളിയാണ് R. നാരായണപ്പണിക്കർ. R. നാരായണപ്പണിക്കറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ചെമ്മീൻ. 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിക്കാണ് 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായ മലയാളി KR മീര. KR മീരയുടെ ആരാച്ചാർ എന്ന കൃതിക്കാണ് 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവാണ് ആര്യാംബിക. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് S. ശിവദാസ്. 2015 യുവ പുരസ്കാരം ലഭിച്ചത് ആര്യാംബികയ്ക്കും ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് S. ശിവദാസിനും ആയിരുന്നു. 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ മലയാളിയാണ് പ്രഭാവർമ്മ. പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2016 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാര ജേതാവ് സൂര്യ ഗോപി. 2016 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ മലയാളിയാണ് NP ഹാഫിസ് മുഹമ്മദ്. 2016 യുവ പുരസ്കാരം ലഭിച്ചത് സൂര്യ ഗോപി. ബാലസാഹിത്യ പുരസ്കാരം നേടിയത് NP ഹാഫിസ് മുഹമ്മദ്. 2017 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് SR ലാൽ. SR ലാലിന്റെ കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം എന്ന കൃതിക്കാണ് 2017 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2017 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് അശ്വതി ശശികുമാർ, മനു S. പിള്ള എന്നിവർ. ജ്ഞാനപീഠം അവാർഡ് ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിലൊന്നാണ് ജ്ഞാനപീഠം അവാർഡ്. ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ജ്ഞാനപീഠം അവാർഡ് നൽകുന്നത്. ജ്ഞാനപീഠം ട്രസ്റ്റിന്റെ സ്ഥാപകൻ ശാന്തി പ്രസാദ് ജെയിൻ. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ സാഹിത്യകൃതികളെയാണ് ജ്ഞാനപീഠം അവാർഡിനായി പരിഗണിക്കുന്നത്. ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത് 1961 മെയ് 22-നായിരുന്നുവെങ്കിലും ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകിയത് 1965-ലായിരുന്നു. ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം 1961 മെയ് 22, ജ്ഞാനപീഠം ആദ്യമായി നൽകിയ വർഷം 1965. ആദ്യ ജ്ഞാനപീഠ ജേതാവ് G. ശങ്കരക്കുറുപ്പായിരുന്നു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ G. ശങ്കരക്കുറുപ്പായിരുന്നു ആദ്യ ജ്ഞാനപീഠ പുരസ്കാരത്തിന് 1965 അർഹനായത്. 1982 വരെ എഴുത്തുകാരുടെ ഏതെങ്കിലും ഒരു കൃതി പരിഗണിച്ചായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരുന്നത്. എന്നാൽ 1982 മുതൽ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് 1982 മുതലാണ്. ജ്ഞാനപീഠം അവാർഡിന് അർഹയായ ആദ്യ വനിതയാണ് ബംഗാളി എഴുത്തുകാരിയായ ആശാ പൂർണ ദേവി.
കൊങ്കിണി ഭാഷയിൽ ജ്ഞാനപീഠം ലഭിച്ച ഏക സാഹിത്യകാരനാണ് രവീന്ദ്ര ഖേൽക്കർ. 2006 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ രവീന്ദ്ര ഖേൽക്കർ കൊങ്കിണി ഭാഷയിൽ നിന്നും ഈ പുരസ്കാരത്തിന് അർഹനായ ഏക വ്യക്തിയാണ്. സംസ്കൃത ഭാഷയിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏക സാഹിത്യകാരനാണ് 2006 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സത്യവ്രത ശാസ്ത്രി. സത്യവ്രത ശാസ്ത്രിയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഏക സംസ്കൃത സാഹിത്യകാരൻ. 2014 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് മറാഠി എഴുത്തുകാരനായ ബാൽചന്ദ്ര നെമാഡെ ആയിരുന്നു. മറാഠി എഴുത്തുകാരനായ ബാൽചന്ദ്ര നെമാഡെ ആയിരുന്നു 2014 പുരസ്കാരത്തിന് അർഹനായത്. 2015 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഗുജറാത്തി എഴുത്തുകാരനായ രഘുവീർ ചൗധരിയാണ്. 2015 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് രഘുവീർ ചൗധരി. 2016 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ബംഗാളി എഴുത്തുകാരനായ ശംഖഘോഷാണ്. 2016 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ശംഖഘോഷ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1965 ജി ശങ്കരക്കുറുപ്പിന് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1980 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ പൊറ്റക്കാടായിരുന്നു. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1984 തകഴി ശിവശങ്കരപിള്ളയും 1995 എം ടി വാസുദേവൻ നായരും 2007 ONV കുറുപ്പും ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായി. 1984 തകഴി ശിവശങ്കരപിള്ള, 1995 എം ടി വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 11 ലക്ഷം രൂപ. മൂർത്തി ദേവി പുരസ്കാരം ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് നൽകുന്ന മറ്റൊരു പുരസ്കാരമാണ് മൂർത്തി ദേവി പുരസ്കാരം. 1983 മുതലാണ് മൂർത്തി ദേവി പുരസ്കാരം നൽകി തുടങ്ങിയത്. മൂർത്തി ദേവി പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ സാഹിത്യകാരൻ കന്നഡ എഴുത്തുകാരനായ നാഗരാജറാവു. മൂർത്തി ദേവി പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് നാഗരാജറാവു. 2014 ഡോക്ടർ വിശ്വനാഥ് ത്രിപാഠിയുടെ വ്യോംകേഷ് ദർവേഷ് എന്ന കൃതിക്കാണ് മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചത്. 2014 ഡോക്ടർ വിശ്വനാഥ് ത്രിപാഠി, കൃതി വ്യോംകേഷ് ദർവേഷ്. 2015 കൊല്ലകലൂരി എനോച്ചിന്റെ ആനന്ദ ജീവനം എന്ന കൃതിക്കാണ് മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചത്. 2015 കൊല്ലകലൂരി എനോച്ച്, കൃതി ആനന്ദ ജീവനം. 2016 മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചത് എം പി വീരേന്ദ്രകുമാറിനാണ്. എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന കൃതിക്കാണ് 2016 മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചത്. മൂർത്തി ദേവി പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് മൂർത്തി ദേവി പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളി. സരസ്വതി സമ്മാൻ 1991 കെ ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത്. സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത് കെ ബിർള ഫൗണ്ടേഷൻ 1991. കഴിഞ്ഞ 10 വർഷത്തെ മികച്ച കൃതികൾക്കാണ് സരസ്വതി സമ്മാൻ നൽകുന്നത്. സരസ്വതി സമ്മാനത്തിന് അർഹനായ ആദ്യ വ്യക്തി ഹരിവംശ് റായ് ബച്ചൻ. ഹരിവംശ് റായ് ബച്ചനാണ് സരസ്വതി സമ്മാനത്തിന് അർഹനായ ആദ്യ വ്യക്തി. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ. 1995 ബാലാമണിയമ്മയുടെ നിവേദ്യം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2012 സുഗതകുമാരിയുടെ മണലെഴുത്ത് എന്ന കൃതിക്കും 2013 ഗോവിന്ദ് മിശ്രയുടെ ദൂൽ പൗധോപ്പർ എന്ന കൃതിക്കും 2014 വീരപ്പ മൊയ്ലിയുടെ രാമായണ മഹാന്വേഷണം എന്ന കൃതിക്കും സരസ്വതി സമ്മാൻ ലഭിച്ചു. 2012 സുഗതകുമാരി, കൃതി മണലെഴുത്ത്. 2013 ഗോവിന്ദ് മിശ്ര, കൃതി ദൂൽ പൗധോപ്പർ. 2014 വീരപ്പ മൊയ്ലി, കൃതി രാമായണ മഹാന്വേഷണം.
2015 സരസ്വതി സമ്മാന അർഹയായത് പത്മ സച്ദേവ്. സരസ്വതി സമ്മാന അർഹയായ ദോഗ്രി ഭാഷയിലെ എഴുത്തുകാരിയാണ് പത്മ സച്ദേവ്. പത്മ സച്ദേവിന്റെ ചിറ്റ് ചേതേ എന്ന കൃതിക്കാണ് 2015 സരസ്വതി സമ്മാനം ലഭിച്ചത്. 2016 സരസ്വതി സമ്മാന അർഹനായ കൊങ്കിണി എഴുത്തുകാരനാണ് മഹാബലേശ്വർ സെയിൽ. മഹാബലേശ്വർ സെയിലിന്റെ ഹാവ്തൺ എന്ന നോവലിനാണ് 2016 സരസ്വതി സമ്മാനം ലഭിച്ചത്. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാന്റെ സമ്മാനത്തുക. വ്യാസ് സമ്മാൻ ഹിന്ദി ഭാഷയിലെ മികച്ച സാഹിത്യകൃതികൾക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് വ്യാസ് സമ്മാൻ. വ്യാസ് സമ്മാൻ ഏർപ്പെടുത്തിയത് കെ ബിർള ഫൗണ്ടേഷൻ. സരസ്വതി സമ്മാനും വ്യാസ് സമ്മാനും ഏർപ്പെടുത്തിയത് കെ ബിർള ഫൗണ്ടേഷൻ ആണ്. വ്യാസ് സമ്മാൻ ആദ്യമായി നൽകിയ വർഷം 1991. ആദ്യ ജേതാവ് രാംവിലാസ് ശർമ്മ. 1991 രാംവിലാസ് ശർമ്മയ്ക്കാണ് ആദ്യമായി വ്യാസ് സമ്മാൻ ലഭിച്ചത്. 2014 കമൽ കിഷോർ ഗോയങ്കയാണ് വ്യാസ് സമ്മാന് അർഹനായത്. 2015 സുനിത ജെയിന്റെ ക്ഷമ എന്ന കൃതിക്കാണ് വ്യാസ് സമ്മാൻ ലഭിച്ചത്. 2014 കമൽ കിഷോർ ഗോയങ്ക, 2015 സുനിത ജെയിൻ. 2016 വ്യാസ് സമ്മാൻ കരസ്ഥമാക്കിയത് സുരേന്ദ്ര വർമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത ബാലാമണി അമ്മയാണ്. 2014 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് വിഷ്ണു നാരായണൻ നമ്പൂതിരി. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പുതുശ്ശേരി രാമചന്ദ്രൻ. 2014 വിഷ്ണു നാരായണൻ നമ്പൂതിരി, 2015 പുതുശ്ശേരി രാമചന്ദ്രൻ. 2016 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ്. 2016 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണൻ. വയലാർ അവാർഡ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിക്ക് വയലാർ സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977. 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത്. പ്രഥമ വയലാർ അവാർഡിന് അർഹയായത് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത്. 2013 പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കൃതിക്കും 2014 KR മീരയുടെ ആരാച്ചാർ എന്ന കൃതിക്കും 2015 സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിക്കും വയലാർ അവാർഡ് ലഭിച്ചു. 2013 പ്രഭാവർമ്മ കൃതി ശ്യാമമാധവം, 2014 KR മീര കൃതി ആരാച്ചാർ, 2015 സുഭാഷ് ചന്ദ്രൻ കൃതി മനുഷ്യന് ഒരു ആമുഖം. 2016 വയലാർ അവാർഡിന് അർഹനായത് UK കുമാരൻ. UK കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്കാണ് 2016 വയലാർ അവാർഡ് ലഭിച്ചത്. 1 ലക്ഷം രൂപയാണ് വയലാർ അവാർഡിന്റെ സമ്മാനത്തുക. വള്ളത്തോൾ പുരസ്കാരം മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനകൾക്കായി നൽകുന്ന പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1991. പ്രഥമ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായത് പാല നാരായണൻ നായർ. ആദ്യ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാല നാരായണൻ നായർ. വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയും ബാലാമണി അമ്മയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ച ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. 2014 വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി പി നാരായണക്കുറുപ്പ്. 2015 വള്ളത്തോൾ പുരസ്കാര ജേതാവ് ആനന്ദ് എന്നറിയപ്പെടുന്ന
പി സച്ചിദാനന്ദൻ. 2014 പി നാരായണക്കുറുപ്പ്, 2015 പി സച്ചിദാനന്ദൻ. 2016 വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പിയാണ്. 2016 വള്ളത്തോൾ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക 1,11,111 രൂപയാണ്. ഓടക്കുഴൽ അവാർഡ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യ വ്യക്തി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ഓടക്കുഴൽ അവാർഡിന് അർഹനായ ആദ്യ വ്യക്തി. 2013 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് KR മീരയുടെ ആരാച്ചാർ എന്ന കൃതിക്കാണ്. റഫീഖ് അഹമ്മദിന്റെ കവിതകൾ എന്ന കൃതിക്കാണ് 2014 റഫീഖ് അഹമ്മദിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2015 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് S. ജോസഫ്. S. ജോസഫിന്റെ ചന്ദ്രനോടൊപ്പം എന്ന കൃതിക്കാണ് 2015 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2016 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് M.A. റഹ്മാൻ. M.A. റഹ്മാന്റെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന കൃതിക്കാണ് 2016 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന കൃതിയിലെ പ്രതിപാദ്യം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ആദ്യ വ്യക്തി തിക്കോടിയൻ. തിക്കോടിയനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി. 2014 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ്. 2015 ടി പത്മനാഭനും 2016 സി രാധാകൃഷ്ണനും മാതൃഭൂമി പുരസ്കാരത്തിന് അർഹരായി. 2015 ടി പത്മനാഭൻ, 2016 സി രാധാകൃഷ്ണൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക 2 ലക്ഷം രൂപയാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം. കഥാസാഹിത്യ മേഖലയ്ക്ക് മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം. പ്രഥമ മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് OV വിജയൻ. മുട്ടത്ത് വർക്കി പുരസ്കാരത്തിന് ആദ്യമായി അർഹനായത് OV വിജയൻ. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച ആദ്യ വനിതയാണ് കമല സുരയ്യ. 2015 K. സച്ചിദാനന്ദനും 2016 KG ജോർജും മുട്ടത്ത് വർക്കി പുരസ്കാരത്തിന് അർഹരായി. 2015 K. സച്ചിദാനന്ദൻ, 2016 KG ജോർജ്. 2017 മുട്ടത്ത് വർക്കി പുരസ്കാരത്തിന് അർഹനായത് TV ചന്ദ്രൻ. TV ചന്ദ്രന്റെ പൊന്തന്മാട എന്ന തിരക്കഥയ്ക്കാണ് 2017 മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത്. പത്മപ്രഭ പുരസ്കാരം. 2014 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് CV ബാലകൃഷ്ണൻ. 2015 പത്മപ്രഭ പുരസ്കാര ജേതാവ് ബെന്യാമിൻ. 2016 പ്രൊഫസർ V. മധുസൂദനൻ നായരാണ് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. 2014 CV ബാലകൃഷ്ണൻ, 2015 ബെന്യാമിൻ, 2016 പ്രൊഫസർ V. മധുസൂദനൻ നായർ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 2015 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹരായ വ്യക്തികളും അവരുടെ കൃതികളും ഏതൊക്കെയാണെന്ന് നോക്കാം. 2015 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് UK കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്കാണ്. മികച്ച കവിതയ്ക്കുള്ള 2015 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് S. രമേശൻ. അദ്ദേഹത്തിന്റെ ഹേമന്തത്തിലെ പക്ഷി എന്ന കൃതിക്കായിരുന്നു അവാർഡ്. നാടകത്തിന് അവാർഡ് നേടിയത് ജിനോ ജോസഫിന്റെ മത്തി എന്ന നാടകമാണ്. ചെറുകഥയ്ക്കുള്ള 2015 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അഷിതയുടെ കഥകൾ എന്ന കൃതിക്കാണ്. ബാലസാഹിത്യ കൃതികൾക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രന്റെ സണ്ണിച്ചെറുക്കനും സംഗീതപ്പെങ്ങളും എന്ന കൃതിക്കാണ്. യാത്രാവിവരണ വിഭാഗത്തിൽ VG തമ്പിക്കും OK ജോണിക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഇബ്രാഹിം വേങ്ങരയുടെ ഗ്രീൻ റൂം എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്.
2015 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വത്തിന് അർഹരായവർ സാറ ജോസഫ്, UA ഖാദർ എന്നിവരാണ്. സാറ ജോസഫിനും UA ഖാദറിനും 2015 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചു. കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ പുരസ്കാരം. 2016 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2014 പ്രഭാവർമ്മയും 2015 ചെമ്മനം ചാക്കോയും ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹരായി. പ്രഥമ G. ഗോപിനാഥൻ നായർ സ്മൃതി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. മഹാകവി P. ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2016 കളിയച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി MT വാസുദേവൻ നായർ. 2016 കളിയച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. ONV കൾച്ചറൽ അക്കാദമിയുടെ പ്രഥമ ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വ്യക്തി സുഗതകുമാരി. 2016 മലയാറ്റൂർ അവാർഡിന് അർഹനായത് TD രാമകൃഷ്ണൻ. TD രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതിക്കാണ് 2016 മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. സാഹിത്യമേഖലയിൽ നൽകിവരുന്ന പ്രധാന പുരസ്കാരങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ലാസുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക.